ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 23,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.7 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 9 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 64 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 23,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം റെഡ്മി നോട്ട് 13 Pro എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുമാത്രമല്ല 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 200+8+2 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.7 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 7200 Pro എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 13 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പഴയ ഫോൺസൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ 25,200 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ MediaTek Dimensity 8100 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 6.7 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. പിന്നെ പഴയ ഫോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 26,600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണമെങ്കിൽ റിയൽമി GT 2 എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ ഫോൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലൊക്കെ സാംസങ് S20 FE എന്ന സ്മാർട്ട് ഫോൺ 26,000 രൂപ പ്രൈസ് വെച്ചിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണാണ് ഈ ഒരു ഫോൺ. പിന്നെ 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ Honor 90 എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+12+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്.
5000 mAh ബാറ്ററിയും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 40 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 8020 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 14 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4400 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ, അല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓപ്പോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോൺ 27,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 8200 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ ഗെയിമിങ്ങിനും പെർഫോമൻസിനൊക്കെ ഈ ഒരു ഫോണും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോണൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. മികച്ച പ്രോസസ്സറുകൾ വരുന്നുണ്ട്. എന്തായാലും iQOO Neo 7ൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് OnePlusന്റെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OnePlus Nord 3 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.74 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 9000 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് S21 FE എന്ന സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.